ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇപ്പം നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അതോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങിയോ? അവർ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് ലെറ്റ് ഗോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗുമാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതും ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക, അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക, അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം വീഡിയോയിലേക്ക് കണക്ട് ആവുക. ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Queen of Wands, Ten of Swords, Strength, the Tower, the Hermit, Six of Wands, Four of Wands, Three of Cups, Seven of Cups, the Wheel of Fortune, Two of Cups, Four of Pentacles, Eight of Wands, the Hanged Man, Knight of Wands, Eight of Pentacles, Ten of Wands, the Moon Energy. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് മേജർ ആയിട്ടും കിട്ടിയിരിക്കുന്നത് വാണ്ട് എനർജി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി പോകാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്, അതോ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ മാത്രമാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. കപ്പ് എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മേജർ ആർക്കാന കാർഡ്സ് കുറെ നമുക്ക് അധികം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവികപരമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഇവരുടെ ഉള്ളിലേക്ക് ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. ഇവരുടെ കൂടെ ആരും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും മറ്റെന്ത് രീതിക്കുള്ള എനർജീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവർ തീർത്തും ഒറ്റയ്ക്കാണ്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ടെൻ ഓഫ് സോഴ്സും അതുപോലെ തന്നെ ടെൻ ഓഫ് വോൺസും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു മരണതുല്യമായ വേദന ഇവർ ഉള്ളിൽ സഹിക്കുന്നുണ്ട്. ഹെർമിറ്റ് എനർജിയാണ്, തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരുപാട് ദുഃഖഭാരങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു ദുഃഖഭാരങ്ങളെല്ലാം എത്രയും വേഗം പുറത്തേക്ക് ഒഴുക്കി കളയണം, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു അവസാനം വേണം, ഒരു പുനർജന്മം തനിക്ക് സംഭവിക്കണം എന്നൊരു ചിന്തയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഏത് രീതിക്ക് മാറിപ്പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും, ചീറ്റ് ചെയ്തിട്ട് പോയവരുണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയവരുണ്ടായിരിക്കാം, മറ്റു പല എനർജീസിന്റെ സമ്മർദ്ദം കൊണ്ടിട്ട് മാറിപ്പോയവരുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് അതനുസരിച്ച് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക. അപ്പൊ എന്ത് രീതിക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ദൈവികപരമായിട്ടുള്ള ഉൾവിളി എന്നതുപോലെ നിങ്ങളുടെ ഒരു ഓർമ്മകൾ അവരിലേക്ക് വന്നിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ എനർജി ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കണം, ഒന്ന് തുറന്ന് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ക്യൂൻ ഓഫ് വോൺസ് ആണ് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി നിങ്ങളെ കാണുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയാണ്. ഇത്രയും നാളും അവർ ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഇരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം കംപ്ലീറ്റ്ലി പുറത്തേക്ക് വന്നിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു ബ്ലാക്ക് ക്യാറ്റിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ആ ഒരു നെഗറ്റിവിറ്റിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, മറ്റു പല വ്യക്തികൾ പറഞ്ഞത് കേട്ട് നിങ്ങളെ വിശ്വസിക്കാതിരിക്കുന്ന സിറ്റുവേഷൻസ്, എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയതിനെ തുടർന്ന് ഒരു ശുദ്ധമായ മനസ്സോടുകൂടി നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സന്റെ സ്നേഹത്തെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ആ ഒരു ഉള്ളം കൈയിലേക്ക് എത്രയും വേഗം നിങ്ങളെ എത്തിക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരണം. അതിനാദ്യം വേണ്ടത് ഒരു communication ആണ് എന്നൊരു തിരിച്ചറിവ് അവരിൽ വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തിൽ ഇവർ മനസ്സിലാക്കിയിരുന്നത് പോലെ നിങ്ങൾ ഒരു cheat ചെയ്തു എന്നുള്ള രീതിക്കൊക്കെ ഇവർ തെറ്റിദ്ധരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു completely ഒരു clarity ലഭിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് അവരുടെ മാത്രം തെറ്റിദ്ധാരണ കൊണ്ടിട്ടാണ് ഈ ഒരു relationship ൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി പോയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ നിങ്ങളെ communicate ചെയ്യണം. ആ ഒരു communication ലൂടെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ six of wands വന്നിട്ടുണ്ട്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് communication ലൂടെ ഒരു വിജയം, അതോടൊപ്പം തന്നെ ഒരു പുനർജന്മമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു situations എല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണകൾ, മിഥ്യാധാരണകൾ, ഇതെല്ലാം എല്ലാത്തിനും ഒരു അവസാനം വന്ന് ഈ ഒരു relationship ൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരണം. ഒരു ഉയർച്ച ഇതിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായിട്ട് move on ചെയ്യാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ മനസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു person തന്നെയാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു വ്യക്തികൾ ഇപ്പോൾ third party situation ഒക്കെ ഉണ്ടായിരുന്ന ബന്ധം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ മറ്റാരും തന്നെ ഇല്ലാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. okay, അപ്പോൾ third party യുടെ അല്ല നമുക്കിവിടെ main ആയിട്ട് ഇന്ന് വന്നിരിക്കുന്ന energy എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോൾ കൂടുതലായിട്ടും തെറ്റിദ്ധാരണകളായിരിക്കാം നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ families ഓ കാര്യങ്ങളൊക്കെ ആയിരിക്കാം situations ആയിട്ട് ശത്രുക്കൾ അല്ലെങ്കിൽ ആ ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും ഇവരുടെ ലൈഫിൽ ഇവരുടെ മനസ്സിലെല്ലാം നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു person ആണ് നിറയുന്നത്. ten of swords ആണ്. ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഇവർ നേരിട്ടിരിക്കുന്ന ആ ഒരു വലിയ പ്രതിബന്ധതയിലൂടെ ഇവർ തിരിച്ചറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒറ്റപ്പെട്ടു പോകുമ്പോൾ യഥാർത്ഥമായ ആ ഒരു സ്നേഹത്തിന്റെ value തിരിച്ചറിയാനായിട്ട് എല്ലാവർക്കും കഴിയും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ person ന്റെ കാര്യം. ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു ദൈവിക നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിന്റെ value, തീവ്രത, depth എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഇവർക്ക് ഉണ്ടാവേണ്ടി വന്നപ്പോഴാണ് ഇവർക്ക് ആ ഒരു മിഥ്യാധാരണ ഇവരുടെ തലയിൽ നിന്ന് ആ ഒരു negativity completely പോയത്. ഒരു ഓവർ തിങ്കിങ് ചെയ്തിട്ടും അതുപോലെ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന രീതികൾ, മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നിങ്ങളെ blame ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു മാറിയ സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റുകൾ ആയതുകൊണ്ടും നിങ്ങൾ എന്ന് പറയുന്ന person ഇപ്പൊ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് കൊണ്ടും അവർ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം അവർക്ക് ഈ ഒരു വേദനകൾക്കെല്ലാം ഒരു അവസാനം വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ സിംഹത്തിനെ പോലെ അല്ലെങ്കിൽ ഗർജിക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇവർ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു character ൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ട് ആ ഒരു നിസ്സഹായതയോട് കൂടി ഒരു ആട്ടിൻകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ മനസ്സോട് കൂടി പൂർണ്ണമായിട്ടും ആ ഒരു peaceful ആയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം വേണം എന്നുള്ള ഒരു mentality യിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു strength കൊണ്ടുവരണം എന്നുള്ള ഒരു thoughts ഉം ആണ് ഇവരുടെ ഉള്ളിൽ ഇപ്പൊ നടക്കുന്നത്. അത്രത്തോളം നിങ്ങളുടെ person ന്റെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം തോന്നുന്നു, ആത്മാർത്ഥത തോന്നുന്നു. ആ ഒരു ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ ഇവർ ഒറ്റക്കായി പോയിരിക്കുന്ന ഈ ഒരു എനർജിയിലാണ് അവർ നിങ്ങളെ ആഴത്തിൽ ചിന്തിക്കുന്നത്. ഇവരുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാനൊക്കെ ആയിട്ടായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവുക. okay, അപ്പൊ അങ്ങനത്തെ situations ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള person എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളതെന്ന് പറയുമ്പോൾ friends ആയിരിക്കും, family ആയിരിക്കാം, മറ്റു വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ relationship ന് അനുകൂലമായിട്ടാണ് ഈ ഒരു വ്യക്തിയോട് ആദ്യം ചേർന്ന് നിന്ന് സംസാരിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് അവർ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ അകറ്റാനാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ person ന് മനസ്സിലായി വന്നത് ഈ ഒരു സമയത്താണ് അല്ലെങ്കിൽ ഈ ഒരു വൈകിയ വേളയിലാണ് എന്ന് പറയാം.
അപ്പൊ ഇനി അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചടി ഒരു കർമ്മയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഫീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു വലിയ കർമ്മ നേരിട്ടിരിക്കുകയാണ്. കർമ്മ നേരിടുക എന്ന് പറയുമ്പോൾ ഇവർ നശിച്ചു പോകുന്ന രീതിയിലല്ല ഒരു കർമ്മ നേരിട്ടിരിക്കുന്നത്. ഇവർക്കൊരു ദൈവിക ഉൾവിളിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നു. ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വലിയ രീതിക്ക് ഒരു പാപമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നതിലൊക്കെ മനസ്സുകൊണ്ട് ഒരുപാട് ഖേദിക്കുന്നുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിച്ചത് കൊണ്ടിട്ടാണല്ലോ അവരെ ഇത്രത്തോളം സ്നേഹിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ അവർക്ക് വേദനിപ്പിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇവർ ഒരുപാട് ഒരു നെഞ്ച് നീറുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കി, സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരുപാട് സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. ആരൊക്കെയാണ് സത്യമായ ആളുകൾ, ആരൊക്കെയാണ് ശരി, ആരൊക്കെയാണ് ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ, ആരൊക്കെയാണ് തെറ്റായ ആൾക്കാർ, ഇതെല്ലാം ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ നിമിഷവും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഓരോരോ നിമിഷവും ഓർത്തോർത്തെടുത്ത് അതിനുള്ള ജെനുവിനിറ്റിയും അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന തെറ്റായ കാര്യങ്ങളും എല്ലാം ഇവർ അരിച്ചു നോക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ അത്രത്തോളം സൂക്ഷ്മമായിട്ട് ഇവരിപ്പോ ബാക്കിലേക്ക് പോയിട്ട് നിരീക്ഷിക്കുകയാണ്. ആ ഒരു നിരീക്ഷണത്തിലൂടെയാണ് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത്. ഒരു ഏകാന്തപരമായിട്ടുള്ള യാത്രയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കടന്നു പോകുന്നത്. ഒരു സന്യാസകരമായ ജീവിതം. സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമില്ല. ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നുണ്ട്. ജോലി ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സന്തോഷം ആസ്വദിക്കാനോ ജീവിതത്തിൽ ഒരു സമാധാനം കണ്ടെത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ആസ്വദിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിന്റെയും നിങ്ങളുടെ ആ ഒരു വേദനയുടെയും തിരിച്ചടി തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് try ചെയ്തിരുന്ന വ്യക്തികളായിരിക്കും. ഒരുപാട് ഇവരെ chase ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അതോടൊപ്പം മറ്റു പല രീതിക്ക് നിങ്ങൾ ഇവരെ life ലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ genuinity ഇവരുടെ മുന്നിലേക്ക് നിങ്ങൾ പല രീതിക്ക് തെളിയിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ പോകരുത് പോകരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ try ചെയ്തിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം തന്നെയായിരിക്കും നിങ്ങൾ അവരുടെ പുറകെ പോകാനുള്ള കാരണവും. പക്ഷെ അപ്പോഴൊന്നും ഇവർ നിങ്ങളെ ഗൗനിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ടും നിങ്ങളെ avoid ചെയ്തു തന്നെയാണ് ഇവർ മാറിപ്പോയിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴായിരിക്കും relationship എന്ന് പറയുന്ന പതുക്കെ പതുക്കെ ഒരു completely no contact situation അല്ലെങ്കിൽ ഒരു breakup situation ലേക്ക് പോയിരിക്കുന്നത്. okay, അപ്പോൾ എങ്കിലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് കുറച്ച് സമയം ഇങ്ങോട്ടേക്ക് നീങ്ങി പോന്നിട്ടുണ്ടായിരിക്കാം. ഒരു തൊട്ടടുത്തൊന്നും ആയിരിക്കില്ല ഈ ഒരു സംഭവങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അവർക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും let go ചെയ്തു പോകാൻ, move on ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അവരുടെ ലൈഫിലേക്ക് ഇനി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ദൈവിക നിയോഗം ഉണ്ട് എന്ന് തന്നെ പറയാം. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും നിങ്ങൾ ഒന്നിക്കേണ്ടവർ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടും അറ്റുപോകുന്ന രീതിയിലേക്ക് ഈ ഒരു ബന്ധം എത്തിയിട്ട് പോലും ഈ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത്. അപ്പൊ അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് communicate ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു rebirth, ഒരു new beginning, ഒരു reconciliation നടത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഏറ്റുപറയുക, നിങ്ങളുടെ മുന്നിൽ surrender ആവുക എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോൾ mean ചെയ്യുന്നത്. ഒരു സമയത്ത് അവർക്ക് ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ പുറത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സ്വാർത്ഥതാ മനോഭാവത്തെ എല്ലാം പൂർണ്ണമായിട്ടും വെടിഞ്ഞ് പച്ചയായ ഒരു മനുഷ്യനായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം. അതിലൂടെ നിങ്ങളുടെ സ്നേഹത്തെ പൂർണ്ണമായിട്ടും ആസ്വദിക്കുകയും വേണം. നിങ്ങൾക്കൊരു commitment നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു relationship മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇവർ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കിവിടെ celebration വന്നിട്ടുണ്ട്. four of wands ആണ്, manifestation energy ആണ്. നിങ്ങൾ ഈ ഒരു relationship ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും manifestation ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു hope തന്നെയാണ് ഇപ്പോഴും നിങ്ങളെ ഇതിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു manifestation ഒക്കെ work ആവാനായിട്ട് പോവുകയാണ്. ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു വേദനകൾക്കെല്ലാം ഒരു പരിസമാപ്തിയാണ് വരാൻ പോകുന്നത്. ഈ ഒരു person നിങ്ങൾക്ക് communication എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു commitment തരാൻ കൂടിയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ husband and wife ആണെന്നുണ്ടെങ്കിൽ ആ ഒരു relationship വീണ്ടും ഒരു strong bonding ലൂടെ ഒരു family ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അല്ല നിങ്ങൾ ഒരു marriage ലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു
മാരേജ് പ്രപ്പോസലുമായിട്ടാണ് ഇവർ വരുന്നത്. അത് വെറുതെ നിങ്ങൾ നേരെ കോണ്ടാക്ട് ചെയ്ത് വരിക എന്നുള്ള രീതിയല്ല. നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഒരു ക്ലാരിറ്റി വരുത്തുക. അതിലൂടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് നൽകുക. ഈ ഒരു ചിന്തയാണ് ഇവർക്കുള്ളത്. അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണോ അതും അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യുക. 3 of cups വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയിട്ട് നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്കൊക്കെ ചെന്ന് നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു വേദനകളിൽ നിന്ന് നിങ്ങൾ മാറിയതായിരിക്കും എന്നുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവരുടെ ഉള്ളിൽ ഒരു ഭയം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. മൂൺ എനർജി ആണ് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ നിങ്ങളോടുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം വരുമ്പോൾ മറു സൈഡിൽ ഇവർക്ക് ഒരു ഭയമുണ്ട്. ഇവരുടെ ഇമോഷൻസ് ഇവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ വരുമ്പോൾ ഇനി നിങ്ങൾ ഇവരെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് പെരുമാറാനുള്ള സാധ്യതകൾ ഉണ്ടോ? ആ ഒരു ഭയം ഇവരിൽ നിഴലിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 4 of Pentacles വന്നിട്ടുണ്ട്. ഇവരുടെ ഇമോഷൻസ് ഇവർ ഒരു ലിമിറ്റ് വിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇപ്പോഴും. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വഴി അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ നോക്കുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു രീതിക്ക് ഇപ്പോൾ നിൽക്കുന്നതാണ്. കാരണം അവരുടെ ഭയമാണ് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെ ഈ ഒരു ഇമോഷൻസ് അവർക്കായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം. ഇതിനകത്തൊരു മീഡിയേറ്ററിന്റെ ആവശ്യം അവർക്കില്ല എന്നുള്ളൊരു മെന്റാലിറ്റി വന്നിട്ടുണ്ട്. കാരണം അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു വ്യത്യസ്തത കൈവന്നിരിക്കുകയാണ്. പക്ഷെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അവരായിട്ട് തന്നെ എത്തിക്കുക എന്ന് പറയുമ്പോൾ എന്ത് രീതിയിലേക്ക് അത് സെലക്ട് ചെയ്യണം? 7 of cups ആണ്. അവർക്കൊരു കൺഫ്യൂഷൻ അവസ്ഥയാണ്. എന്ത് രീതിയിൽ വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? നേരിട്ട് കാണാനായിട്ടാണോ വരേണ്ടത്? അതോ ഇനിയിപ്പോ മറ്റാരെങ്കിലും കൂടെ ഇതിനകത്തൊരു മീഡിയേറ്റർ ആയിട്ട് വരണം. പക്ഷെ മറ്റൊരു വ്യക്തിയുടെ മീഡിയേറ്റർ എന്നുള്ള രീതിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത സ്നേക്ക് ആണ്, പാമ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമായിരിക്കും. അല്ലെങ്കിൽ ആരെയും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് വരാം അല്ലെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കാം. എങ്കിൽ മാത്രമാണ് ക്ലാരിറ്റി കിട്ടുകയുമുള്ളൂ. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നേരിട്ട് വെളിപ്പെടുത്താൻ സാധിക്കുകയുമുള്ളൂ. ആ ഒരു സമയം എന്ന് പറയുന്നത് unexpected ആണ്. wheel of fortune ആണ് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമുക്കിവിടെ രണ്ട് രീതിക്കാണ് കർമ്മ എനർജി കിട്ടിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബാധിച്ചിരുന്ന completely bad karmas എല്ലാം ഒരു തിരിച്ചറിവിലൂടെ നിങ്ങളുടെ പേഴ്സണിൽ തിരിച്ചടിച്ചിട്ട് ആ ഒരു ബാഡ് കർമ്മ അവിടെ നിന്ന് അവസാനിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 of cups ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു. വളരെയധികം സ്നേഹത്തോടു കൂടി ആ ഒരു സ്നേഹം പരസ്പരം കൈമാറുക, വൈകാരികപരമായ ഒരു ജീവിതത്തിന്റെ തുടക്കമാണത്. രണ്ട് കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ ഒരു സെലിബ്രേഷൻ, ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനായിട്ട് പോവുകയാണ്. ഇവരുടെ ഈ ഒരു കൈകൾ എന്ന് പറയുന്നത് തീർത്തും നിങ്ങളിലേക്ക് മാത്രമായിട്ടുള്ള ഒരു എനർജി ആണ്. അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് അവരുടെ കൈകൾ പിടിക്കാനുള്ള ഏറ്റവും യോഗ്യത നേടിയവർ എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ഒരു തിരിച്ചറിവ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ നിറഞ്ഞു വന്നിരിക്കുന്നു. ആ ഒരു തോട്ട് അവരെ പൂർണ്ണമായിട്ടും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം സമയം കഴിഞ്ഞു പോയി. നല്ല നല്ല സമയങ്ങളാണ് ഈ ഒരു ബന്ധത്തിന്റെ കൊഴിഞ്ഞു വീണു പോയത്. എന്തുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് അവർക്ക് നേരത്തെ വന്നില്ല എന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് വന്നിരിക്കുന്ന കാഴ്ചപ്പാടുകളിലെ ഈ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ചില കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നോക്കിയാൽ മാത്രമാണ് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ, ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ സ്റ്റക്ക് ആയിരുന്ന നിങ്ങളുടെ പേഴ്സൺ ജീവിതത്തെ മറ്റൊരു വ്യൂവിലൂടെ ഇപ്പോൾ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു മറ്റൊരു വ്യൂവിലൂടെ കാണുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്ന ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥതാ മനോഭാവം എന്നുള്ള ഒരു മെന്റാലിറ്റിയെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്നെങ്കിലും മാറ്റി ചിന്തിക്കണം എന്നുള്ള ഒരു തോട്ടിലേക്ക് എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. എല്ലാവരോടും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇവരുടെ ഈഗോ കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കില്ല. പക്ഷെ അത് നിങ്ങളിലേക്ക് കാണിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 8 of wands ആണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്, ഫാസ്റ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കോണ്ടാക്ട് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ വാണ്ട് എനർജി എന്ന് പറയുമ്പോഴേക്കും 4 of wands വന്നിട്ടുണ്ട്, Queen of wands വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 8 of wands കിട്ടിയിട്ടുണ്ട്, 6 of wands, Knight of wands വന്നിട്ടുണ്ട്, 10 of wands വന്നിട്ടുണ്ട്. ഒരുപാട് wand energies നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ എന്ന് പറയുന്നത്
വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. മനസ്സുകൊണ്ട് അവര് നിങ്ങളെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതല്ല, ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുക എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ പോലെ 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് 8 ഓഫ് പെന്റക്കിൾസും വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദൈനംദിനമായ കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്നില്ല. കണ്ണ് നിറഞ്ഞ ആ ഒരു വേദനയിൽ അവർക്ക് കാഴ്ചകൾ പോലും മങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിന്റെ വേദന അവരുടെ മുന്നിലുള്ള ഒരു കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതായത് ഈ ഒരു വേദന അവർക്ക് ഇനിയും സഹിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും ഈ ഒരു വേദന സഹിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കില്ല. സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർക്ക് ഒരു ലോ എനർജിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കരിയറിലാണെന്നുണ്ടെങ്കിലും ജോലി കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. അത്രത്തോളം ഒരു ദുഃഖം അവരുടെ മനസ്സിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട്. ആ ഒരു ദുഃഖഭാരത്തിനെ എല്ലാം എത്രയും വേഗം തന്നെ പൂർണ്ണമായിട്ടും തന്നെ ഉപേക്ഷിക്കണം. അതിലൂടെ തന്നെ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തുടക്കം കൊണ്ടുവരണം. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. 10 ഓഫ് wands എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടക്കുന്നത്. അവർക്ക് വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണിത്. അവർ ഇതുവരെ നിങ്ങളോട് ചെയ്തു കൂട്ടിയ പാപങ്ങള്, ആ ഒരു കറകള് എല്ലാം പൂർണ്ണമായിട്ടും കഴുകിക്കളഞ്ഞ് സ്വയം ഒരു ഹീലിംഗ് പ്രോസസ്സിങ്ങിലൂടെ കടന്നു വരുന്ന വ്യക്തികളാണ്. ആ ഒരു ഹീലിംഗ് പ്രോസസ്സിങ്ങിലൂടെ അവർ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നൈറ്റ് ഓഫ് wands ആണ്. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ നടത്തുകയും അതിലൊരു വിജയം കൈവരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കോണ്ടാക്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരാനായിട്ട് പോവുകയാണ്. അതും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ തുടക്കവുമായിട്ട്. കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ ചേർത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ മാത്രമാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം നേടുക എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവരിൽ നിഴലിച്ചു നിൽക്കുന്നത്. ആകെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു ഭയം മാത്രമാണ്. തെറ്റിദ്ധാരണകൾ മൂലം വന്നിരിക്കുന്ന ഭയം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം സത്യമായതുകൊണ്ട് അവർക്കൊരു ഹോപ്പ് ഇവിടെ ഉണ്ട്. എങ്കിലും ആ ഒരു മൂൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. ആ ഒരു ഓവർ തിങ്കിങ്ങിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ പേഴ്സണിൽ ഒരു ബാലൻസിങ് കൈവരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു കൈകൾ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ എത്തുന്നതാണ്. ടെമ്പറൻസ് ആണ് ആ ഒരു ബാലൻസിങ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുക. അതിലൂടെ നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകിക്കൊണ്ട് ഇതിലൊരു പുതിയ തുടക്കം കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അല്ലാതെ അവരുടെ ലൈഫിൽ ഇപ്പോൾ മറ്റൊരു സിറ്റുവേഷൻസും ഇല്ല. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമല്ല, ഇവിടെ നമുക്ക് അവരുടെ കരിയർ പോലും സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടാണ് അവരിപ്പോൾ കാണുന്നത്. ഒരു സമയത്ത് ചിലപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം അതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ നിങ്ങൾ മാത്രമാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർ തിരിച്ചു വരവിനായിട്ടുള്ള ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്വയം അവരെ തന്നെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്? സെറ്റിലിംഗ് വന്നിട്ടുണ്ട്, കണക്ഷൻ, പാഷൻ, sacrifice, divine timing, boundaries, attraction, illusions. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് falling fast ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ഗ്യാപ്പ് ഓഫ് പീരീഡിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ എല്ലാം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ഈ ഒരു സ്നേഹം തന്നിട്ട് ഈ ഒരു ബന്ധത്തിനെ വീണ്ടും സെറ്റ് ചെയ്യണം. നിങ്ങൾ ഇവരുടെ യഥാർത്ഥമായ സ്നേഹം തീർച്ചയായിട്ടും അർഹിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു ഡിസേർവ്ഡ് പേഴ്സൺ ആണ്. അപ്പൊ ആ ഒരു ഡിസേർവ്ഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സിൽ നിന്നുള്ള ആത്മാർത്ഥ സ്നേഹത്തിനെ
ആ ഒരു തിരിച്ചറിവിലൂടെ വന്നിരിക്കുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്ലാരിറ്റി ഉള്ള ഒരു സ്നേഹമാണ്. ആ ഒരു സ്നേഹം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു കണക്ഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആണ് ഇവരുടെ ഉള്ളിലുള്ളത്. ലവ് ഈസ് ദ ബ്രിഡ്ജ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറയുന്ന ഒരു പാലം പോലെയാണ്. അങ്ങോട്ട് എത്രത്തോളം ആണോ കൊടുക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് ഇങ്ങോട്ടേക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം ഇപ്പൊ ഇവർക്ക് തിരിച്ചറിവിലൂടെ മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനേക്കാൾ ഇരട്ടിയായിട്ട് ആ ഒരു ബ്രിഡ്ജിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക. അതിലൂടെ നിങ്ങളുടെ സോൾ തമ്മിലുള്ള കണക്ഷനെ പൂർണ്ണമായിട്ടും വീണ്ടും ഒരു സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇമോഷൻ ആണ് ഇവരിൽ നിഴലിച്ചു നിൽക്കുന്നത്. അതോടൊപ്പം നമുക്കിവിടെ പാഷൻ വന്നിട്ടുണ്ട്. അവരിപ്പോ നിങ്ങളെ നോക്കി കാണുന്നത് വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളാണ്. അവരുടെ ഒരു ഹേർട്ട് ബീറ്റ്, അവരുടെ ജീവിതത്തിൽ അവരിപ്പോ ശ്വസിക്കുന്ന ആ ഒരു ശ്വാസം പോലും എത്രയും വേഗം നിങ്ങളിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോടിയാണ്. അത്രയും അവരുടെ മനസ്സിൽ നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു സമയത്ത് നിങ്ങളെ പറ്റി അവർ ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു ശല്യമാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സമാധാനം പോലും കളഞ്ഞത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ അതിനേക്കാൾ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ ശ്വാസം പോലും നിങ്ങളാണ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സൽ പവർ തന്നെയാണ് അവരുടെ ഈ ഒരു മാറ്റത്തിന് കാരണം എന്ന് പറയാം. അതുപോലെ നമുക്കിവിടെ സാക്രിഫൈസ് വന്നിട്ടുണ്ട്. ബൗണ്ടറീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള ബൗണ്ടറീസ്, തടസ്സങ്ങൾ എല്ലാം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു ചലഞ്ചിങ് പോലെ ഏറ്റെടുത്ത് അതിനെയെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനും സാക്രിഫൈസ് ആണ്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംഭവിക്കാൻ സാക്രിഫൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം യാതൊരുവിധ മടിയും കൂടാതെ ഏറ്റെടുക്കാനുമാണ് ഇവർ തയ്യാറെടുത്തിരിക്കുന്നത്. അത്രത്തോളം അവർക്ക് നിങ്ങളിലേക്ക് ഒരു attraction ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു attraction എന്ന് പറയുമ്പോൾ വളരെ passionating ആയിട്ടുള്ള ഒരു genuine love ആണ്. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ നെഞ്ചിൽ നിന്നുള്ള ആ ഒരു genuine ആയിട്ടുള്ള സ്നേഹമാണ് അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു divine timing ആണ് മുന്നിലേക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു divine timing ൽ ഇവരിപ്പോൾ completely trust ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഇപ്പൊ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം അവർ നേരിട്ടു എന്നുള്ളതും പറഞ്ഞല്ലോ. ആ ഒരു പ്രശ്നത്തെ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നോക്കി കാണുന്നത് ഇവർക്ക് തിരിച്ചറിവിനായിട്ട് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം ഇത്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സന്റെ യഥാർത്ഥമായ ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹത്തെ ഇവർക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ divine time എന്ന് പറയുന്നത് ഉടനെ തന്നെ മുന്നിലുണ്ട്. അപ്പൊ അതിനു വേണ്ടി സ്വയം ഒരു transformation ഇവർ തയ്യാറാകുന്നു. illusion വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം റിയാലിറ്റി ആയിട്ട് തന്നെ എത്രയും വേഗം മുന്നിലേക്ക് വരട്ടെ എന്ന് വളരെയധികം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ ലവ് ഹാപ്പൻസ് ക്വിക്ക്ലി വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രണയത്തിൽ ഒരു സക്സസ് വേണം. അതെല്ലാം ഉടനെ തന്നെ സംഭവിക്കണം. കാരണം ഇനിയും വെയിറ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ടൈം ഇതിന് വേണ്ടിയിട്ട് കളയാനോ അകന്നു നിൽക്കാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല. എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തണം. okay ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 27 32 1986 44 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എഗെയിൻ ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. T എന്നൊരു ലെറ്റർ. പൂരാടം. S എന്നൊരു ലെറ്റർ. D എന്നൊരു ലെറ്റർ. P എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. T എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്.
ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ജൂലൈ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതുപോലെ വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ്. അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.